ഹായ് ഫ്രണ്ട്സ്, 4 സെൻറ്റിൽ 1000 സ്ക്വയർ ഫീറ്റിൽ ഒരു 3 BHK ഒരു സിംഗിൾ സ്റ്റോർ വീടിൻ്റെ വിശേഷമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഒരു വീട് വരുന്നത് ട്രിവാൻഡ്രത്ത് അന്തിയൂർക്കുളം എന്നുള്ള സ്ഥലത്താണ്. നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് ഒരു 500 മീറ്റർ മാത്രം മാറിയിട്ടാണ് ഈ ഒരു വീട് വരുന്നത്. ഇതൊരു വില്ല പ്രോജക്റ്റിൻ്റെ ഒരു വീടാണ്. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്തേക്ക് തന്നെ ധാരാളം വീടുകൾ പണി നടന്നുകൊണ്ടും ഇരിപ്പുണ്ട്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ സ്ഥലം നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് അന്തിയൂർക്കുളത്താണ് വരുന്നത്. നമുക്ക് ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്ന് നമുക്കൊരു 13 കിലോമീറ്റർ അല്ലെങ്കിൽ എയർപോർട്ടിൽ നിന്ന് ഒരു 15 കിലോമീറ്ററൊക്കെയാണ് ട്രാവൽ ചെയ്ത് നമുക്ക് ഈ ഒരു ലൊക്കേഷനിൽ എത്തിപ്പെടാൻ പറ്റും. അപ്പം ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയർ നല്ല ലുക്കിൽ പണികഴിപ്പിച്ചിട്ടുള്ള ഒരു കിടിലം വീടാണ്, സിംഗിൾ സ്റ്റോർ വീടാണ്. അപ്പോൾ നമുക്ക് 3 BHK ആണ് നമുക്ക് ഈ ഒരു വീടിന് വരുന്നത്. നമുക്കപ്പം ഫ്രണ്ട് എലിവേഷനൊക്കെ തന്നെ നല്ല ഭംഗിക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കിടിലം വീടാണ് നമുക്ക് ഇത് വരുന്നത്. അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടാണ്. നിങ്ങളപ്പം ഈ ഒരു വീഡിയോയുടെ അവസാനത്ത് നമ്മൾ അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമുക്ക് ഹോം ലോണൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ലോൺ നോക്കുന്നെങ്കിൽ ഈ വീടൊന്ന് ഫുള്ള് കാണുക. നമ്മൾ വീഡിയോയുടെ അവസാനം നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസും പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച കാണാം. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ നമുക്കിവിടെ ഒരു ഫോൾഡിങ് ആൻഡ് സ്ലൈഡിങ് ഗേറ്റ് എടുത്തിട്ടുണ്ട്. അത് നല്ല ഒരു വൈറ്റും ബ്രൗണും ഒരു തീമിൽ നന്നായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കിടിലം ഒരു ഡോറാണ്. നമുക്കിത് ഒരു ഇനോവ പോലത്തെ വലിയ കാറൊക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പാർക്ക് ചെയ്യാൻ പറ്റും. ഞാൻ സ്പേസ് അകത്ത് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു വലിയ ഗേറ്റ് കൊടുത്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കാറൊക്കെ അകത്തോട്ട് കയറ്റാൻ വേണ്ടിയുള്ള ഒരു നല്ലൊരു പോർഷനുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച കാണാം. അപ്പോൾ നമ്മൾ വീടിൻ്റെ ഗേറ്റ് തുറന്ന് നമ്മൾ ഉള്ളിലോട്ട് വരുമ്പോൾ നമുക്ക് ഇതാണ് പുറത്തുനിന്നുള്ള ഒരു എക്സ്റ്റീരിയർ ലുക്ക് വരുന്നത്. കാണാൻ തന്നെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ളൊരു വീടാണ്. നമുക്ക് മുകളിൽ കണ്ടോ ഒരു ഫ്രെയിം ഡിസൈനാണ് നമുക്ക് മുകളിൽ നിന്ന് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഭാഗത്ത് ഒരു ടറാക്കോട്ട മെറ്റീരിയൽ വന്നിട്ടുള്ളതുകൊണ്ട് നമുക്ക് കാണാൻ കുറച്ചും കൂടെ ഒരു ഭംഗി കിട്ടുന്നുണ്ട്. ഒരു വൈറ്റും ഒരു ബ്രൗണും കൂടെ വന്നപ്പോൾ ആ ഒരു ഭാഗം ഫുള്ള് ഭംഗി ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് കയറി വരുമ്പോൾ നമുക്ക് തറ ഫുള്ള് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആർട്ടിഫിഷ്യൽ ഗ്രാസും ഇൻ്റർലോക്കുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ കാണുന്ന ഇത്രയും സ്പേസാണ് നമുക്കിവിടെ ഫ്രണ്ട് പോർഷനിൽ വരുന്നത്. നമുക്കൊരു ഇനോവയൊക്കെ വരെ നമുക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള നല്ലൊരു സ്പേസുണ്ട്. പിന്നെ ഗേറ്റ് ഒരു വലിയ ഗേറ്റ് കൊടുത്തിട്ടുള്ളത് തന്നെ നമുക്കത് വളഞ്ഞു പോകാനും വണ്ടിയൊക്കെ നമുക്ക് തിരിക്കാനൊക്കെ നല്ല എളുപ്പമായിട്ട് പറ്റും. പിന്നെ ഇവിടെ കണ്ടു ചെറിയ പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെ നല്ല ഈ ടറാക്കോട്ടയും ഈ ഒരു പ്ലാന്റ്സ് കൊടുത്ത് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് തന്നെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടാണ്. പിന്നെ നമുക്ക് അങ്ങ് അറ്റത്ത് നമുക്കിവിടെ ഒരു പ്ലാന്റ് നമുക്ക് ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പോർഷനിൽ ഇവിടെ ഒരു പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതാണ് പുറത്ത് നമുക്ക് ഫ്രണ്ടിൽ വരുന്നത്. പിന്നെ ഇനി നമുക്ക് ഇവിടുത്തെ സിറ്റ് ഔട്ട് നോക്കാം. നമുക്ക് ഈ ഭാഗത്തായിട്ട് സിറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ടോ. അപ്പോൾ ഈ കാണുന്ന സിറ്റ് ഔട്ട് നമുക്ക് 12x4 ഡയമെൻഷനിലാണ് ഈ കാണുന്ന സിറ്റ് ഔട്ട് വരുന്നത്. നമുക്ക് അകത്ത് ഈ ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട്. മുകളിൽ നമുക്കിവിടെ പ്രൊഫൈൽ ചാനൽ ലൈറ്റ് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഹാങ്ങിങ് ലൈറ്റ്, വാൾ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഒരു പർഗോള ഡിസൈനിൽ നമുക്കൊരു സംഭവം ചെയ്തിട്ടുണ്ടോ. ഇതാണ് നമുക്ക് അപ്പോൾ ഫ്രണ്ട് സിറ്റ് ഔട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയും ഹൈറ്റാണ് നമുക്കിവിടെ മുകളിലോട്ട് സിറ്റ് ഔട്ടിന് വരുന്നത്. അപ്പോൾ നമുക്ക് 12x4 ഇവിടുത്തെ സ്ഥല പരിമിതി വരുന്നത്. അപ്പോൾ ഈ സിറ്റ് ഔട്ട് ചെയ്ത് നമ്മൾ ഉള്ളിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ കാണുന്നതാണ് മെയിൻ എൻട്രൻസ് ഡോറ് വരുന്നത്. അപ്പോൾ ഈ കാണുന്ന ഡോറ് നമുക്ക് ഫുള്ള് ലാവിലാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഡബിൾ ഡോറാണ് വരുന്നത്. അപ്പോൾ ഈ കാണുന്ന ഒരു ഡിസൈനാണ് നമുക്ക് ഈ ഒരു ഡോറിന് കൊടുത്തിട്ടുള്ളത്. ഇവിടെ മിറർ കൊടുത്തിട്ടുണ്ടോ. അപ്പോൾ അങ്ങനെ ഒരു ഡിസൈനിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച കാണാം. അപ്പോൾ നമുക്ക് ഈ ഫ്രണ്ട് ഡോർ തുറന്ന് നമ്മൾ ഉള്ളിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ കാണുന്ന ഒരു ലിവിങ് ഏരിയയാണ് നമുക്ക് വരുന്നത്. 14x12 ഡയമെൻഷനിലുള്ള ഒരു കിടിലം ലിവിങ് ഏരിയയാണ് നമുക്ക് ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെയായിട്ട് ഒരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം വലിയ TV വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു TV യൂണിറ്റിൻ്റെ പുറകിലായിട്ടുണ്ടോ ഒരു ടെക്സ്ചർ വർക്കാണ് നമുക്ക് ഇവിടുത്തെ വാളിൽ ഫുള്ള് ചെയ്തിട്ടുള്ളത്. ഒരു ഗ്രീൻ കളർ തീമിൽ വരുന്ന ഒരു ടെക്സ്ചർ വർക്കാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്കിവിടെ TV യൂണിറ്റിൻ്റെ ഇതിൽ ഫുള്ള് ജിപ്സം ബോർഡിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഷെൽഫൊക്കെയാണ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അടിയിലൊക്കെ ധാരാളം സ്റ്റോറേജ് സ്പേസ് ഒക്കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ TV യൂണിറ്റ് സംഭവം വരുന്നത്. നമുക്കപ്പം ഈ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ കാണുന്ന ലിവിങ് ഏരിയ 14x12 നമുക്ക് ഈ കാണുന്ന ലിവിങ് ഏരിയയുടെ സൈസ് വരുന്നത്. മുകളിൽ നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് ആണ് നമുക്കിവിടെ മുകളിൽ സീലിങ്ങിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിവിടെ ആയിട്ട് ഒരു പാർട്ടീഷനായിട്ട് നമുക്ക് ജിപ്സം ബോർഡിൽ തന്നെ ഒരു പാർട്ടീഷനാണ് ഈ ഒരു പോർഷനിൽ നമുക്ക് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിവിടുത്തെ വാഷിംഗ് യൂണിറ്റ് കാണാം. നമുക്ക് ഈ ഒരു പോർഷനിലാണ് നമുക്ക് വാഷിംഗ് യൂണിറ്റ് വരുന്നത്. കണ്ടോ, സെറയുടെ പ്രോഡക്റ്റാണ് നമുക്കിവിടെ വാഷ് ബേസിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു മിററൊക്കെ കൊടുത്ത് ഈ ഒരു കളർ തീമിൽ നമുക്കിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ നമുക്കിവിടെ ഫ്രണ്ടിൽ കയറി വരുമ്പോൾ നമുക്ക് ലിവിങ് ഏരിയ ഇവിടെ വരും. തൊട്ട് അടുത്തായിട്ട് നമുക്കിവിടെ ഒരു വാഷിംഗ് യൂണിറ്റ് വരും. പിന്നെ നമുക്കൊരു ബെഡ്റൂം അതായത് ഈ ഒരു പോർഷനിൽ വരും. പിന്നെ കിച്ചണും ഡൈനിങ് ഏരിയ അവിടെയാണ്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ബെഡ്റൂം വരും. പിന്നെ ഈ ഒരു പോർഷനിൽ ബെഡ്റൂം വരും. അങ്ങനെയാണ് നമുക്ക് ഈ ഒരു വീടിൻ്റെ മൊത്തം സംഭവങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ ഡൈനിങ് ഏരിയ നോക്കാം. നമുക്ക് ഈ ഒരു പോർഷനിലാണ് നമുക്ക് ഡൈനിങ് ഏരിയയും കിച്ചണും വരുന്നത്. അപ്പോൾ ഈ കാണുന്ന ഡൈനിങ് ഏരിയ 12x8 ഡയമെൻഷനിലുള്ള ഒരു ഡൈനിങ് ഏരിയയാണ് നമുക്ക് ഈ ഒരു പോർഷന് കൊടുത്തിട്ടുള്ളത്. നമുക്കിവിടെ ബാക്കിൽ ടെക്സ്ചർ വർക്കിൽ നമുക്ക് കണ്ടോ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. നല്ല ഒരു ബ്രിക്സിൻ്റെ ഒരു മോഡലിലാണ് നമുക്കിവിടെ ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ട് അത് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്കിവിടുത്തെ ഡൈനിങ് ഏരിയ വരുന്നത്. അപ്പോൾ 12x8 നമുക്കിവിടെ ഡൈമെൻഷൻ വരുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടുത്തെ കൊടുത്തിട്ടുള്ള ഓപ്പൺ കിച്ചൺ വരുന്നത്. അപ്പോൾ ഈ കാണുന്ന ഓപ്പൺ കിച്ചൺ 12x8 ഡയമെൻഷനിലാണ് നമുക്ക് ഈ കാണുന്ന ഓപ്പൺ കിച്ചൺ ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഗ്രിപ്പ് കിട്ടുന്ന ടൈപ്പ് ടൈലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു കളർ തീമാണ് നമുക്ക് ഇവിടെ വരുന്നത്. മുകളിൽ സീലിംഗ് വർക്ക്, പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കിച്ചൺ ഫുള്ളായിട്ട് നമുക്ക് മൾട്ടിവുഡിലാണ് നമുക്ക് ഈ കാണുന്ന കിച്ചൻ്റെ മെറ്റീരിയൽ വരുന്നത്. ഈ കാണുന്ന ബോർഡ് വർക്കെല്ലാം തന്നെ നമുക്ക് മൾട്ടിവുഡിലാണ് ചെയ്തിട്ടുള്ളത്. താഴെയും ധാരാളം കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പോർഷനിലാണ് നമുക്കിവിടെ സിങ്ക് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് കണക്ഷൻസ് ധാരാളമുണ്ട്. ഇവിടെ ഈ ഒരു ഭാഗത്തുണ്ട് പോർട്ടുണ്ട്. നമുക്ക് ഈ ഒരു പോർട്ട് നമുക്ക് ഈ ഒരു പോർഷനിലുണ്ട്. പിന്നെ നമുക്ക് ഇതാണ്ട് അവിടെയായിട്ട് വേറെ പോർഷനുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ കിച്ചൺ യൂണിറ്റിൽ നമുക്ക് അത്യാവശ്യം നമുക്ക് സ്പേസ് ധാരാളമായിട്ടുണ്ട്. കണ്ടോ, നമുക്ക് അത്ര ഇടുങ്ങിയതല്ല, കുറച്ച് വിശാലമായിട്ടുള്ള ഒരു നമുക്കൊരു കിച്ചൺ തന്നെയായിട്ടാണ് നമുക്കിവിടെ വരുന്നത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ബാക്ക് നമുക്ക് പുറകു വശം കൂടെ കാണാം. കിച്ചണിൽ നമ്മൾ പുറകിലോട്ട് നോക്കുമ്പോൾ അപ്പോൾ ഈ ഒരു പോർഷനിൽ നമുക്ക് നനകല്ലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പോർഷനിൽ നമുക്കൊരു പൈപ്പ് കണക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ നിന്നാണ് സ്റ്റെയർ കയറി നമുക്ക് മുകളിൽ ടെറസിൻ്റെ മുകളിലോട്ടൊക്കെ പോകാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു പോർഷൻ ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിവിടുത്തെ ഓരോ ബെഡ്റൂം കാണാം. നമുക്ക് 3 ബെഡ്റൂമാണ് നമുക്കിവിടെ കോമൺ ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്കതിൽ ഒരു ബെഡ്റൂം ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ലിവിങ് ഏരിയയിൽ നിന്ന് കയറി വരുമ്പോൾ കാണുന്ന 2 പോർഷനിലാണ് നമുക്ക് 2 ബെഡ്റൂം വരുന്നത്. ഈ ഒരു പോർഷനിൽ നമുക്ക് ഈ ഒരു പോർഷനിലാണ് 2 ബെഡ്റൂം നമുക്ക് ആദ്യമായിട്ട് വരുന്നത്. പിന്നെ ഒന്ന് നമുക്ക് ബാക്ക് പുറകു വശത്താണ് നമുക്കൊന്ന് വരുന്നത്. ഓക്കെ, നമുക്കപ്പം ആദ്യത്തെ ബെഡ്റൂമിൻ്റെ കാഴ്ച കാണാം. നമുക്ക് ഈ ലിവിങ് ഏരിയയുടെ ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു പോർഷൻ വഴി വന്നാൽ നമുക്ക് ആദ്യത്തെ ബെഡ്റൂം എത്താം. അപ്പോൾ ഈ കാണുന്ന ബെഡ്റൂം നമുക്ക് 14x12 ഡയമെൻഷനിലാണ് ഈ കാണുന്ന ബെഡ്റൂം പണിയെടുപ്പിച്ചിട്ടുള്ളത്. നമുക്കിവിടെ മുകളിൽ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. സൈഡിലായിട്ട് നമുക്കൊരു ടെക്സ്ചർ വർക്കിൽ ആണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിവിടെ കണ്ടോ 2 വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമുക്കിവിടുത്തെ ഈ ഒരു ബെഡ്റൂമിൻ്റെ കാഴ്ച. ടൈലും ഈ ഒരു വൈറ്റ് തീമൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്കൊരു വീടിന് ഒരു വൈബ്രൻറ്റ് ലുക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഇവിടെ ആയിട്ടാണ് നമുക്കൊരു വാർഡ്രോബ് വരുന്നത്. ഇത് മൾട്ടിവുഡിൽ തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് മൾട്ടിവുഡിൽ ലാമിനേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഫ്രണ്ടിൽ കണ്ടോ ഈ ഒരു നമുക്കൊരു മാർബിളിൻ്റെയൊക്കെ തീമിലുള്ള ഒരു ഡിസൈനാണ് നമുക്കിവിടെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. സൈഡിൽ ഒരു വുഡൻ തീമും നമുക്ക് ഫ്രണ്ട് പോർഷനിൽ ഒരു മാർബിളിൻ്റെയൊക്കെ പോലത്തെ ഒരു ഡിസൈനാണ്. അപ്പോൾ നമുക്കിവിടെ ആയിട്ട് ഒരു മിറർ നടുക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തും ഡ്രോസ് ഉണ്ട്. നമുക്ക് അതിൻ്റെ അകത്ത് എന്തെങ്കിലും സ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. പിന്നെ ധാരാളം കബോർഡ്സ് നമുക്കിവിടെ എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വാർഡ്രോബ് വരുന്നത്. ഇനി നമുക്കിവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം നോക്കാം. PVC ഡോർ തന്നെയാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്കിവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ക്രിപ്പിംഗ് ടൈൽ തന്നെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കളർ തീമാണ് നമുക്കിവിടുത്തെ ബാത്റൂമിന് കൊടുത്തിട്ടുള്ളത്. ഉണ്ട് ഇവിടെ ഒരു മിററും ലൈറ്റും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സാറയുടെ പ്രോഡക്റ്റൊക്കെയാണ് നമുക്കിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. കണ്ടോ. അപ്പോൾ നമുക്കിനി ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം നോക്കാം. നമുക്ക് ഈ ഒരു പോർഷനിലാണ് നമുക്ക് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. കണ്ടോ, ഈ ഒരു പോർഷനിലാണ് വരുന്നത്. അപ്പോൾ ഈ കാണുന്ന രണ്ടാമത്തെ ബെഡ്റൂം നമുക്ക് 12x10 ഡയമെൻഷനിലുള്ള ഒരു ബെഡ്റൂമാണ്. മുകളിൽ നമുക്ക് ഇവിടെയും പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് സീലിങ്ങിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടെക്സ്ചർ വർക്ക് കണ്ടോ, ഒരു യെല്ലോ കളർ തീമിൽ വരുന്ന ഒരു ടെക്സ്ചർ വർക്ക് നമുക്ക് ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് വാർഡ്രോബ് ഉണ്ട്. നമ്മൾ അപ്പുറത്ത് കണ്ട അതേ ഒരു പാറ്റേണിലുള്ള ഒരു വാർഡ്രോബ് തന്നെയാണ് നമുക്ക് ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുള്ളത്. കണ്ടോ, ഇത് ഫുള്ള് മൾട്ടിവുഡിൽ തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു വാർഡ്രോബാണ്. പിന്നെ നമുക്ക് ഇവിടെ ആയിട്ട് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. PVC ഡോർ തന്നെയാണ് നമുക്ക് കൊടുത്തത്. സെയിം അപ്പുറത്തിട്ട അതേ ടൈപ്പ് ഡോർ തന്നെയാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ കൊടുത്തേക്കുന്ന ടെയിലിൻ്റെ ഡിസൈന് അപ്പുറത്ത് ഉള്ളതിനേക്കാളും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിസൈനാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിവിടെ ആയിട്ടൊരു മിറർ, നമുക്കൊരു വാഷിംഗ് യൂണിറ്റൊക്കെ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്.
പിന്നെ നമുക്ക് സറയുടെ പ്രോഡക്റ്റാണ് നമുക്കിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. തറയിൽ ഗ്രിപ്പ് കിട്ടുന്ന ടൈപ്പ് തന്നെ ഒരു ടൈൽ തന്നെ ഇവിടെയും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ ലാസ്റ്റത്തെ ബെഡ്റൂം നോക്കാം. നമുക്കിവിടെ വാഷിംഗ് യൂണിറ്റിൻ്റെ സൈഡിൽ കൂടെയാണ് നമുക്ക് ലാസ്റ്റ് ബെഡ്റൂം. നമുക്കിവിടെ ഡൈനിങ് ഏരിയയാണ് വരുന്നത്. അതിന് തൊട്ട് സൈഡിലാണ് നമുക്ക് ലാസ്റ്റ് ഒരു ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഈ കാണുന്ന ബെഡ്റൂം നമുക്ക് 12x10 ഡയമെൻഷനിൽ തന്നെ ഉള്ള ഒരു ബെഡ്റൂമാണ്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് മുകളിലൊരു സീലിംഗ് വർക്ക് നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് വാർഡ്രോബ് ഇല്ല ഈ ഒരു ബെഡ്റൂമിന്. നമുക്ക് ആദ്യത്തെ 2 ബെഡ്റൂമിന് മാത്രമേ വാർഡ്രോബ് ഉള്ളൂ. ഇനി നമുക്കിവിടെ അറ്റാച്ച്ഡ് ബാത്റൂം കൂടെ നോക്കാം. നമുക്കിപ്പം PVC ഡോർ തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. നമുക്ക് ആ ഭാഗത്ത് കയറുമ്പോഴത്തേക്ക് ഈ ഒരു കളർ തീമാണ് നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. നമുക്കിവിടെ ആയിട്ട് ലൈറ്റ്, മിറർ, ബാക്കി എല്ലാ ഫിറ്റിങ്സും ഇവിടെ ചെയ്തിട്ടുണ്ട്. ഗ്രിപ്പ് കിട്ടുന്ന ടൈപ്പ് ടൈൽ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ് മൊത്തത്തിൽ നമുക്കിവിടെ ഫിറ്റിങ്സ് എല്ലാം യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു വീടിന് 45 ലക്ഷമാണ് നമുക്ക് ആസ്കിങ് പ്രൈസ് ചോദിക്കുന്നത്. അത് നെഗോഷ്യബിളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ വീട് വന്ന് കാണാൻ സാധിക്കുന്നതായിരിക്കും. കൂടാതെ നിങ്ങളിൽ ഹോം ലോണിനാണ് നിങ്ങൾ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമ്മൾ ലോൺ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. കൂടാതെ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് ആരെങ്കിലും വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യപ്പെടുന്നെങ്കിൽ അവർക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ നിങ്ങളുടെ ബഡ്ജറ്റ് കുറച്ചും കൂടെ ലോയിലുള്ളതാണ്, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഹൈ ആയിട്ടുള്ള ഒരു ബഡ്ജറ്റുള്ള ഒരു വീടാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വീട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കടന്നു വരാം. എല്ലാവർക്കും നന്ദി.